my YouTube channel. അതെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ഇൻബോക്സിൽ ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. ചേച്ചിക്ക് സുഖമാണോ, കുഞ്ഞാവ എവിടെ, കുഞ്ഞാവയ്ക്ക് സുഖമാണോ, എന്തുണ്ട് വിശേഷം, അങ്ങനെ ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളോട് കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കാമെന്ന്. ആൻഡ് ഹിയർ വി ഗോ. ഇതെനിക്ക് ഇൻബോക്സിൽ വന്ന മെസ്സേജസ് നോക്കി ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ ബ്രദർ എടുത്ത വീഡിയോ ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. ഇന്നലെ വീഡിയോ ഇടാനുള്ളതാണ്, പക്ഷേ അത് ഡിലേ ആവാനുള്ള റീസൺ ഞാൻ വഴിയെ പറയാം. ഈ കാറിൽ വരുന്നതാണ് എൻ്റെ വീഡിയോ ഡിലേ ആവാനുള്ള റീസൺ. ഇത് എന്നോട് പറയാതെ സർപ്രൈസായിട്ട് വന്നതാണ്. ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് എന്നോട് വിളിച്ചിട്ട് പറയുന്നത്, എടാ ഗേറ്റ് തുറക്കടാന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ചേട്ടൻ്റേതായ കുറച്ച് കാര്യങ്ങൾ തിരക്കാണ്, എന്നാലും ടൈം കിട്ടുന്ന പോലെ ഞങ്ങൾ കാണാൻ വരാറുണ്ട്. ഇന്ന് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു. ഹാപ്പി ഫാദേഴ്സ് ഡേ പറയാവേ. അതുകൊണ്ടാണ് ഫാദർ വന്നത്. എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറ. വ്ളോഗില് നോക്ക്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ. ഹായ് പറ. ഹായ് പറ. അതെന്തോ നോക്കുന്നേ? വീഡിയോ എടുക്കട്ടെ? അമ്മ വീഡിയോ എടുത്തോട്ടെ? ഇങ്ങനെ ഇരുത്താൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ഇരുത്താവോ? ഇത് കുറച്ച് ബാക്കിലോട്ട് ആക്കിയതാ. ഇനി ഇത് പിടിച്ചോണേ. കുറച്ചിലാക്കി. ഇതാരാ? ഇത് ഡേവിഡിന്റെ വണ്ടിയാണോ? ഡേവിഡിന്റെ വണ്ടിയാണോ? ഹായ് പറ അമ്മയ്ക്ക്. ഡേവിഡിന്റെ വണ്ടിയാണോ? ഇത് ഡേവിഡിന്റെ വണ്ടിയാണോ? ഇതിലെന്തൊക്കെ സാധനങ്ങളല്ലേ. നൈറ്റൊക്കെ ഉണ്ട്. ഉടുപ്പ് കത്തിട്ട് കൊടുത്തേ. നൈറ്റൊക്കെ ഉണ്ട്. പാട്ടൊക്കെ വേണ്ടേ? പാട്ടൊക്കെ കേക്കണ്ടേ? എന്തോ ഒരു ലൈറ്റ് അല്ലേ. മുടി കടിക്കണ ഒരു വട്ടിയെ കൊണ്ടുവന്നിട്ട് പോകണം. കാറിൽ പാട്ടിട്ടേക്കുമായിരുന്നു. കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളതുകൊണ്ട് ആ പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്യുവാണ്. നോർമലി കുഞ്ഞാവെ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് ഞാനും ചേട്ടനും കൂടിയാണ് പുറത്തുപോയി ഫുഡൊക്കെ കഴിച്ചതെന്നും കറങ്ങിയിട്ടൊക്കെ വരുന്നത്. ഇന്ന് ആദ്യമായിട്ടാണ് കുഞ്ഞാവേൻ ഡ്രൈവിന് കൂട്ടിയിട്ട് പോകുന്നത്. അവൻ പിന്നെ വഴക്കൊന്നുമില്ലാതെ ലൈറ്റൊക്കെ കണ്ട് പുറത്തെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ വെറുതെ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടൻ പിന്നെ മോന് പാട്ടൊക്കെ പാടിക്കൊടുത്ത് അവനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഡ്രൈവൊക്കെ കഴിഞ്ഞ് അച്ഛനും ചേട്ടനും തിരിച്ചുപോയി. ഞാൻ ദീപൂട്ടനെ ഒന്ന് ഫ്രഷാക്കി ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് കൊണ്ട് കിടത്തിയപ്പോൾ ആൾ നല്ല എനർജി ആയിട്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടോയൊക്കെ എടുത്ത് വെച്ച് കുറച്ച് നേരം ഇരുന്ന് കളിപ്പിക്കുക. ദേവൂട്ടൻ ഉറങ്ങാൻ യാതൊരു പ്ലാനും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നോക്കുമ്പോഴുണ്ട് അവൻ ക്യാമറയ്ക്കകത്ത് കണ്ണും വെച്ചിരിക്കുക. ക്യാമറയിൽ നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴേ ഞാൻ അങ്ങനെ അധികം എന്തെങ്കിലും പാട്ട് വെച്ച് കൊടുക്കുന്നല്ലാതെ അങ്ങനെ വീഡിയോസൊന്നും കാണിച്ചു കൊടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല.
എന്നാലും ആളത് ക്യാമറയ്ക്കകത്ത് തന്നെയാണ്. ദേവുട്ടാ 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 ആമിയുടെ മുത്തെന്തിയേ? ദേവൂട്ടൻ്റെ കളിയും കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ഇന്ന് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ പതിയെ അവനെ ഒന്ന് ഉറക്കിയിട്ട് ഞാനും കിടക്കട്ടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വീഡിയോസൊക്കെ ഇടുന്നുണ്ടാകും. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.